ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിൽ 2 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പെർത്തിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ ടീം ഇന്ത്യ 295 റൺസിന് ജയിച്ചപ്പോൾ അഡ്ലെയ്ഡിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ 10 വിക്കറ്റിന്റെ തകർപ്പൻ ജയം നേടുകയായിരുന്നു. ഈ മാസം 14-ാം തീയതി മുതൽ ബ്രിസ്ബെയിനിലെ ഗാബയിലാണ് പരമ്പരയിലെ 3-ാം ടെസ്റ്റ് നടക്കുക. ഈ മത്സരത്തിൽ ജയിക്കുന്ന ടീം പരമ്പരയിൽ ലീഡെടുക്കും. രണ്ടാം ടെസ്റ്റിൽ ദയനീയ പരാജയം നേരിട്ട ടീം ഇന്ത്യ ഇപ്പോൾ ആത്മവിശ്വാസം ചോർന്ന നിലയിലാണ്. 3-ാം ടെസ്റ്റിൽ ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന ഇന്ത്യ മുന്നൊരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടെ 3-ാം ടെസ്റ്റിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ടീം ഇന്ത്യ ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇതിഹാസ സ്പിന്നറായ ഹർഭജൻ സിംഗ്. പരമ്പരയിൽ തിരിച്ചുവരാൻ ഇന്ത്യ ആദ്യം ചെയ്യേണ്ടത് നന്നായി ബാറ്റ് ചെയ്യുക എന്നതാണെന്ന് ഹർഭജൻ പറയുന്നു. കൂട്ടുകെട്ടുകൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ മെച്ചപ്പെടേണ്ടതുണ്ടെന്ന് പറയുന്ന ഹർഭജൻ ആദ്യം 30-40 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കണമെന്നും ഇതിനുശേഷം പെർത്തിൽ കണ്ടതുപോലെ ഈ കൂട്ടുകെട്ട് വലുതാക്കാൻ ശ്രമിക്കണമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ 201 റൺസിന്റെ കൂട്ടുകെട്ട് ഇന്ത്യൻ ഓപ്പണർമാരായ KL രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്ന് നേടിയിരുന്നു. ഇത് ഇന്ത്യയുടെ മികച്ച ജയത്തിന് അടിത്തറയാവുകയും ചെയ്തു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹർഭജൻ കൂട്ടുകെട്ടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചത്. ബൗളിംഗിൽ ഇന്ത്യ കുറച്ചുകൂടി പ്ലാനിങ്ങോടെ കളിക്കേണ്ടതുണ്ടെന്നും ഹർഭജൻ പറയുന്നുണ്ട്. ട്രാവിസ് ഹെഡ് ഇന്ത്യൻ ബൗളിംഗിന് ഒരു വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹർഭജൻ പോയിന്റ്, കവർ എന്നീ സ്ഥലങ്ങളിൽ കൂടി കൂടുതൽ സ്കോർ ചെയ്യാനാണ് ഹെഡ് ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഹെഡിനെ നേരെ കളിപ്പിക്കാൻ ടീം ഇന്ത്യ നിർബന്ധിതരാകേണ്ടതുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. മൂന്നാമതായി ഹർഭജൻ സിംഗ് ചൂണ്ടിക്കാട്ടുന്നത് പ്ലേയിങ് 11-ൽ ഒരു മാറ്റമാണ്. ആദ്യ 2 ടെസ്റ്റുകളിലും ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്ന ഹർഷിത് റാണയ്ക്ക് പകരം പ്രസിദ്ധ് കൃഷ്ണയോ ആകാശ് ദീപോ ടീമിലേക്ക് വരണമെന്നാണ് ഹർഭജൻ പറയുന്നത്. ഹർഷിത് മോശമായതുകൊണ്ടല്ല താനിങ്ങനെ പറയുന്നതെന്നും മറിച്ച് ഈ മാറ്റം ഇന്ത്യക്ക് ഗുണം ചെയ്തേക്കും എന്ന് കരുതുന്നതുകൊണ്ടാണെന്നും ഹർഭജൻ സിംഗ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിലവിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിലും ആധികാരിക ജയം സ്വന്തമാക്കിയ ദക്ഷിണാഫ്രിക്കയാണ് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയും 3-ാമത് ഇന്ത്യയുമാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് 63.33, ഓസ്ട്രേലിയയ്ക്ക് 60.71, ഇന്ത്യക്ക് 57.29 പോയിന്റ് ശതമാനമാണുള്ളത്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പര ഇന്ത്യ 2-3 പരാജയപ്പെട്ടാൽ പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ ടീമുകളുടെ മത്സരഫലങ്ങളെ ആശ്രയിച്ചു മാത്രമേ ഇന്ത്യയുടെ ഫൈനൽ സ്വപ്നങ്ങൾ സഫലമാകൂ. ഡിസംബർ 14 മുതൽ 18 വരെയാണ് ഗാബയിൽ 3-ാം ടെസ്റ്റ് നടക്കുന്നത്. ഇതിനുശേഷം ഡിസംബർ 26 മുതൽ 30 വരെ മെൽബൺ ബോക്കിംഗ് ഡേ ടെസ്റ്റിന് വേദിയാകും. പരമ്പരയിലെ 5-ാമത്തെയും അവസാനത്തെയും മത്സരം ജനുവരി 3 മുതൽ 7 വരെയാണ് നടക്കുക. സിഡ്നിയാണ് ഈ കളിക്ക് വേദിയാകുന്നത്.